ഹായ് എവരി വൺ, എൻ്റെ പേര് മുഹമ്മദ് ഇഷാം. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടോപ്പിക്കല്ല, ജസ്റ്റ് ബേസിക്. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളെ എ പി എങ്ങനെ ഫെച്ച് ചെയ്യാം യൂസ് ചെയ്യുന്ന അസിങ്ക വെയിറ്റ് അല്ല ഡോട്ട് ദെൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മളെ എ പി ഐ ഫെച്ച് ചെയ്യാമെന്നുള്ളൊരു ചെറിയൊരു കാര്യമാണ്. ഒരു 5 മിനിറ്റ് പെട്ടെന്ന് കഴിയുന്ന രൂപത്തിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഇത് ഒന്ന് മനസ്സിലാവണമെങ്കിൽ ജെ എസിലൊരു നോളേജ് വേണം, അതുപോലെ തന്നെ റിയാക്റ്റിൽ ബേസിക് നോളേജ് വേണം. എന്നാലും ഇത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഫെച്ച് ചെയ്യാന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് നടക്കാം. ഇനീഷ്യലി ഫെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മളെ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആവണം, പ്രത്യേകം ശ്രദ്ധിക്കണേ. ഫെച്ച് ഡാറ്റ എന്ന ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ ഫസ്റ്റ് ആഴ്ച പിന്നെ റിയാക്ഷൻ ആർ എഫ് സിന്ന് എടുക്കുമ്പോൾ റിയാക്ട് ഫംഗ്ഷൻ എക്സ്പോ കോമ്പണൻ്റ് വരും. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആപ്പ് ഡോട്ട് ജെ എസ് എസിൽ നമ്മുടെ ആപ്പ് ഡോട്ട് ജെ എസ് എക്സ് ആണ് ചൂസ് ചെയ്ത്. ആപ്പ് ഡോട്ട് ജെ എസ് എക്സ് ചൂസ് ചെയ്യാൻ എന്താണ്, അതാണ് ഞാൻ മെയിനായിട്ട് കണക്ട് ചെയ്തത്. ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ ഇമ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് എന്താ, ഈ ഫ്രാഗ്മെൻറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അത് ആ ഫങ്ഷണൽ കോമ്പണൻ്റ് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫെച്ച് ഡാറ്റ എന്ന് അടിക്കുമ്പം തന്നെ നമ്മൾ ഫീച്ചറായിട്ട് ഇവിടെ വരും ഫെച്ച് ഡാറ്റ. ഓക്കെ, അപ്പോൾ അതാ നമ്മളെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മളെ കോഡിലെടുക്കുക. ഓക്കെ, ഇനീഷ്യലി എന്താണ് നമ്മളെ യൂസ് സ്റ്റേറ്റ്, നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ എന്തൊക്കെ കവർ ചെയ്യും, യൂസ് സ്റ്റേറ്റ് കവർ ചെയ്യും, അത് യൂസ് എഫക്റ്റ് കവർ ചെയ്യും, അതുപോലെ തന്നെ ഫെച്ചിങ് കവർ ചെയ്യുന്നുണ്ട്, മാപ്പിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കിടക്കാം. അപ്പോൾ ഇനിഷ്യലി യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുക, അതിലാണ് നമ്മൾ യൂസ് സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി എന്ത് ചെയ്യണം, കോൺസ്റ്റ് നമ്മളെ ഇതിനൊരു പേര് കൊടുക്കാം, പോസ്റ്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് സെറ്റ് പോസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. സെറ്റ് പോസ്റ്റ് ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. യൂസ് സ്റ്റേറ്റ് ഇവിടെ കോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പോർട്ട് ആവും. ദെൻ ഇനീഷ്യലി രണ്ട് ഇതാണ് പറഞ്ഞത്. ഓക്കെ, ഇതാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഡാറ്റ. അതിന് അപ്ഡേഷൻ വരുത്തുന്നതാണ് എന്ത് പോസ്റ്റ്. നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡാറ്റയാണ് പോസ്റ്റ്, ഇവിടെ അപ്ഡേഷൻ ചെയ്യുന്നതാണ് സെറ്റ് പോസ്റ്റ്. അതിന് വേണ്ട ആക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് സെറ്റ് പോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തു. ഇനീഷ്യലി നമ്മൾ ഡാറ്റ അറിയുന്ന പോസ്റ്റിൽ കണ്ടൻറ് ഒന്നുമില്ല, അതാണ് ഇവിടെ എംപ്റ്റി അറിയ കൊടുത്ത്. ഓക്കെ, നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് എഫക്റ്റ് ചെയ്യുക. അതായത് ഇത് മാറുന്നതനുസരിച്ച് നമ്മൾ ഇവിടെ ഫങ്ഷൻ ആക്ട് ചെയ്യണമല്ലോ. ജസ്റ്റ് ഇപ്പം നമ്മൾ ഫെച്ചിങ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാറുന്നതനുസരിച്ച്, അതായത് യൂസ് സ്റ്റേറ്റിന് റിലേറ്റഡ് ആയിട്ട് ഇവിടെ പെർഫോം ആക്ഷൻ ചെയ്യണം. അതിനാണ് യൂസ് എഫക്റ്റ് ഇവിടെ കോൾ ചെയ്തപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ ഫെച്ചിങ് പരിപാടികളാണ് ചെയ്യുന്നത്. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പോർട്ട് ആയിട്ട് ഇനീഷ്യലി നമ്മളൊരു ഫങ്ഷൻ്റെ ഉള്ളിൽ ആരോ ഫങ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ഇനീഷ്യലി എന്താ ചെയ്യേണ്ടത്, ഫെച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, പെർഫോം ആക്ഷൻസ്. ഓക്കെ, നമ്മളിവിടെ എന്ത് യൂസ് ചെയ്തു, ഇവിടുത്തെ യൂസ് സ്റ്റേറ്റിൽ നമ്മൾ സ്റ്റേറ്റ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്തത്, സെറ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഇതെന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡാറ്റ, അതിനെ അപ്ഡേറ്റ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്തത്, സെറ്റ് പോസ്റ്റ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ റിയാക്ട് ഇവിടെ യൂസ് എഫക്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മളെ റിയാക്ട് ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കുകയാണ്. കോമ്പണൻസ് ലോഡ് ആകുമ്പോൾ ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്തത്, യൂസ് എഫക്റ്റ്. അതായത് സർട്ടൻ ആക്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫെച്ച് ചെയ്യാൻ നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ
ഇതിനുള്ളിൽ നമ്മൾ ഫെച്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു JSON പ്ലേസ് ഹോൾഡർ എന്നാണ് API ഉണ്ട്. അതിൽ ഈ സൈറ്റിൽ കയറിയാൽ ഞങ്ങൾക്ക് കുറേ APIs കാണാം. ഓക്കെ, ഇത് ഫേക്ക് API ആണ്, ഫേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ URL എഴുതിയാൽ ഓക്കെ, ഇതെടുക്കാം. ഈ URL എടുക്കാം, കോപ്പി ചെയ്യാം. ഇതാണ് നമുക്ക് എന്തെങ്കിലും ഫെച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആ രണ്ട് പോസ്റ്റ് ഓഫിൻ്റെ ഉള്ളിൽ പാസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡോട്ട് ഫീച്ചറാണ്. അപ്പോൾ ഡോട്ട് ഈ APIയിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് എന്ത് ഫോർമാറ്റിലാക്കുക? JSON ഫോർമാറ്റിലാക്കുക ഇനീഷ്യലി. അതാണ് നമ്മളെ പണി. പിന്നെന്താ ചെയ്യേണ്ടത്? അത് കിട്ടണ ആ ഒരു API ത്രൂ കിട്ടുന്ന ഡാറ്റ എന്ത് ചെയ്യാം? സെറ്റ് പോസ്റ്റ് വഴി നമ്മളെ ഡാറ്റ ആണല്ലോ കിട്ടുന്നത്. സെറ്റ് പോസ്റ്റ് വഴി ഡാറ്റ ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ, ഇനീഷ്യലി സെറ്റ് പോസ്റ്റും എന്താണ് റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ API ത്രൂ കിട്ടുന്ന ഡാറ്റ സെറ്റ് പോസ്റ്റിലേക്ക് സ്റ്റോർ ചെയ്യും. അതായത് ഇപ്പം എന്താവും, ഇപ്പോൾ ഇവിടെ എന്താവും, പോസ്റ്റിലേക്ക് ഡാറ്റ അസൈൻ ആവും. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതും റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഡാറ്റ ഇപ്പോൾ ഇതിലേക്ക് അസൈൻ ചെയ്യുന്ന സെറ്റ് പോസ്റ്റിലേക്ക്. അതുകൊണ്ട് ഈ പോസ്റ്റിലേക്ക് എന്താവും, ഈ ഡാറ്റ അസൈൻ ആവും. അതാണ് ഇപ്പോൾ പോസ്റ്റിൽ നിലവിൽ എന്തുണ്ട്, ഈ ഒരു സെറ്റ് ഓഫ് APIത്തെ ഡാറ്റ നിലവിലുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ യൂസ് എഫക്റ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ യൂസ് എഫക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കേളി ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു അറേ ഡിപ്പെൻഡൻസി കൂടെ കൊടുക്കണം. അതായത് അറേ ഡിപ്പെൻഡൻസി യൂസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ റെൻഡറിങ് ഒക്കെ തടയാൻ, മൾട്ടിപ്പിൾ റെൻഡറിങ് ഒക്കെ ഒഴിവാക്കാൻ അറേ ഡിപ്പെൻഡൻസി വളരെ ഉപകാരമാണ്. നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആ കിട്ടിയ ഡാറ്റനെ നമുക്ക് ചെയ്യിപ്പിക്കണം. കിട്ടിയ ഡാറ്റനെ നമ്മൾ റിട്ടേൺ ചെയ്യിപ്പിക്കണം, അതായത് ഷോ ചെയ്യണം. ഇനീഷ്യലി ആ ഡിവിൻ്റെ ഉള്ളിൽ നമ്മളെങ്ങനെ ലിസ്റ്റായിട്ട് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ലിസ്റ്റ് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് UL ടാഗ് OL ടാഗ് യൂസ് ചെയ്യാം. ഇൻ കേസ് ബുള്ളറ്റ് പോയിൻറ്റ്സാണ് വേണ്ടെങ്കിൽ UL യൂസ് ചെയ്യാം. നമുക്കിവിടെ തൽക്കാലം OL യൂസ് ചെയ്യാം. 1 2 3 എന്നായിക്കോട്ടെ. OL ടാഗ് യൂസ് ചെയ്യാം. മാപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കേളി ബ്രാക്കറ്റ് ഓൺ ആക്കിയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് പോസ്റ്റ്. ഈ ഡാറ്റ ഇപ്പോൾ ഇതിലേക്ക് വെച്ചായി, പോസ്റ്റിലേക്ക് വെച്ചായി. അപ്പോൾ നമ്മൾ മാപ്പ് ചെയ്യണം. ഈ ഡാറ്റ ഷോ ചെയ്യാൻ പോസ്റ്റ് ഡോട്ട് മാപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളെ കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, മാപ്പ് ചെയ്യിപ്പിക്കാൻ എന്ത് ചെയ്യണ്ടേ? ഇപ്പം നമ്മൾ നിലവിലെ ഡാറ്റ ഇല്ലല്ലേ, ഞാൻ പറഞ്ഞു പോസ്റ്റിലല്ലേന്ന്. അപ്പോൾ പോസ്റ്റിലേക്ക് പോസ്റ്റ് ഡോട്ട് മാപ്പ് ചെയ്യാൻ നമുക്കൊരു വാല്യൂ വേണം. വാല്യൂ ഇപ്പം ഞാൻ കൊടുക്കുന്ന എന്താ, ഈ വാല്യൂ കൊടുത്ത് എന്നിട്ട് ലിസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ LI കൊടുക്കാം, LI പാസ് ചെയ്യാം. LI കീ എന്ന് പറയുന്നത് എന്താ, ഇപ്പം നമ്മളെ പോസ്റ്റ് പറഞ്ഞ ആ ഒരു അറയിലുള്ളത് ഈ വാല്യൂ വെച്ചിട്ട്. അപ്പോൾ ഈ പോസ്റ്റിൽ എന്താ ഇല്ലയെന്ന് ഇപ്പോൾ നമ്മളൊന്ന് അറിയണ്ടേ. അപ്പം എന്താ അറിയണ്ടേ, നമ്മുടെ API ഇല്ലേ, API ഓക്കെ. ഇവിടെ എന്താ യൂസർ ID എല്ലാവർക്കും കോമൺ ആണ്. ID ടൈറ്റിൽ ബോഡി ഈ 3 കാര്യമില്ലല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്,
പി ഡോട്ട് നമുക്ക് ആദ്യം എന്താ കിട്ടേണ്ടത് ഐ ഡി പി ഡോട്ട് ഐ ഡി കിട്ടും. ഓക്കെ, ഇതാണ് ഇനീഷ്യൽ ഫസ്റ്റ് കിട്ടേണ്ടത് പി ഡോട്ട് ഐ ഡി. അതിന് ശേഷം പിന്നെ കിട്ടേണ്ടതോ പി ഡോട്ട് ടൈറ്റിൽ ഇതാണ് അടുത്ത് കിട്ടേണ്ടത്. അപ്പോൾ ഇപ്പം എന്ത് ഷോ ചെയ്യും, പിയും ഐയും ഷോ ചെയ്യും. ഐ ഡിയും ടൈറ്റിൽ. ഇനീഷ്യൽ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്, ഇവിടെ എന്ത് വരുന്നുണ്ട്, ബോഡി വരുന്നുണ്ട്. അപ്പോൾ ഈ ബോഡിയിൽ എന്താണ്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ബോഡിയിൽ ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ബോഡി ടാഗിൽ നമുക്ക് ആണെങ്കിൽ ഇപ്പം ഞാൻ തരേണ്ടേ ഇത് കൊടുക്കാം. കഴിഞ്ഞു. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ബോഡി നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ലൈനിൽ കൊടുക്കാം. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുന്നതിനോട് മുമ്പ് പി ഡോട്ട് ബോഡി എന്തായിരുന്നു അവിടെ, ബോഡി ഓക്കെ ഇത് മതി. പക്ഷേ കൺഫ്യൂഷൻ ആവും. ഓക്കെ, ബോഡി ഒന്ന് വലിയ ലെറ്ററിൽ കാണാനൊന്നുമില്ല. എച്ച് ഫോർ ടാഗിൻ്റെ ഉള്ളിൽ ഒക്കെ എല്ലതിൻ്റെ ഉള്ളിലാട്ടോ കൊടുക്കേണ്ടത്. എച്ച് ഫോർ ടാഗിൻ്റെ ഉള്ളിൽ പി ഡോട്ട് ബോഡി ചെയ്താൽ മതി. നമ്മൾ ബോർഡ് ഏകദേശം കഴിഞ്ഞുണ്ട്. റൺ ചെയ്ത് നോക്കാൻ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് npm 2 എടുക്കാം. 2 കൂടെ ഒരു ഒരു ലോക്കൽ ഹോസ്റ്റ് ഓപ്പൺ ആവും. അത് കാര്യം ചെയ്യാം. ഫോളോറിങ് എടുക്കാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഔട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ബ്രൗസറിൽ കണക്ട് ചെയ്യാം. ഓപ്പൺ എക്സ്റ്റേണൽ ബ്രൗസർ. ഓക്കെ, ഇതാണ് നമ്മളെ ഐ ഡി, ഇതാണ് നമ്മുടെ ടൈറ്റിൽ. ഇത് നമ്മളെ ബോഡി കണ്ടന്റ് നമ്മൾ H4 കൊടുത്തത്, അതുകൊണ്ടാണ് ബോൾഡായി വന്നത്. ഔട്ട് കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഡാറ്റ ചെയ്യുന്ന സിമ്പിൾ പ്രോസസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാം, ലൈക്ക് ചെയ്യാം, പുതിയ കണ്ടന്റിന് ഫോളോ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.